സൗദിയിലെ ചെറുകിട സ്ഥാപനങ്ങളിൽ 4 വിദേശി തൊഴിലാളികൾക്ക് ലെവി ഈടാക്കില്ലെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 9 തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങൾക്കാണ് നിബന്ധനകളോടെ ഇളവ് ലഭിക്കുക. ചെറുകിട സ്ഥാപനങ്ങളിലെ 4 വിദേശികൾക്ക് ലെവി ഈടാക്കില്ലെന്ന് തൊഴിൽ മന്ത്രാലയം ട്വിറ്ററിൽ കുറിച്ചു. മന്ത്രാലയത്തിലേക്ക് തുടർച്ചയായി വന്ന അന്വേഷണത്തിനൊടുവിലാണ് വിശദീകരണം. 9 ജീവനക്കാർ വരെ ഈ സ്ഥാപനങ്ങളിലുണ്ടാകാം. എന്നാൽ സ്ഥാപനയുടമ അതേ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അതായത് ഗോസി രജിസ്റ്റർ അനുസരിച്ച് സ്ഥാപനയുടമയായ സ്വദേശി അതേ സ്ഥാപനത്തിലെ ജോലിക്കാരുടെ പട്ടികയിൽ ഉണ്ടായിരിക്കണം. തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം പുതുതായി തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് ഗുണകരമാകും. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. 5ാമത് സൗദി ഫിലിം ഫെസ്റ്റിവലിന് ദമാമിൽ തുടക്കമായി. ഒരാഴ്ചയായി നടന്നുവരുന്ന പ്രവിശ്യ ഫെസ്റ്റിന്റെ ഭാഗമായാണ് ചലച്ചിത്രോത്സവം. ദമാം വേൾഡ് കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ 40ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തുക. ആദ്യമായാണ് രാജ്യത്തെ ചലച്ചിത്രമേളയ്ക്ക് ദമാം ഇത്ര വേദിയാകുന്നത്. ഫെസ്റ്റിനോടനുബന്ധിച്ച് സിനിമാ നിരൂപണങ്ങൾ, ശില്പശാലകൾ, സെമിനാറുകൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ദിനങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ലോക സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. المهرجان تلقى 345 مشاركة مسجلة في الموقع الإلكتروني بين 160 فيلم و154 سيناريو. സൗദി GCC ചലച്ചിത്രങ്ങളാണ് മുഖ്യമായും മേളയിൽ പ്രദർശിപ്പിക്കുക. കുട്ടികൾക്കായി പ്രത്യേക വിഭാഗത്തിലും പ്രദർശനങ്ങൾ നടക്കും. 6 ദിനങ്ങളിലായി 40 ചിത്രങ്ങളാണ് മത്സര ഇനത്തിൽ. 14 സിനിമകൾ മത്സര ഇതര വിഭാഗത്തിലും പ്രദർശിപ്പിക്കും. 24-ാം തീയതി രാത്രി നടക്കുന്ന പരിപാടിയിൽ ബോളിവുഡ് താരം സൽമാൻ ഖാൻ മുഖ്യ അതിഥിയായി എത്തും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. MTയുടെ 2ാം ഊഴത്തിൽ ഭീമന്റെ വേഷത്തിൽ അഭിനയിക്കുമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് നടൻ മോഹൻലാൽ. 2ാം ഊഴം യാഥാർത്ഥ്യമാവുമോ എന്നറിയാൻ പ്രേക്ഷകരെ പോലെ താനും കാത്തിരിക്കുകയാണ്. ലൂസിഫറിന്റെ ട്രെയിലർ റിലീസിംഗിന് മുന്നോടിയായി ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. അത് തുടങ്ങാനിരുന്നൊരു സിനിമ ഐ നെവർ സെഡ് ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. ഞാൻ 2ാം ഊഴത്തിൽ ഭീമനായിട്ട് അഭിനയിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. അത് ലെറ്റ് ഇറ്റ് ഹാപ്പൻ അല്ലേ. അത് കഴിഞ്ഞ് ആ സെറ്റിൽ പോയി അഭിനയിച്ച് തുടങ്ങുമ്പോഴേ ഞാൻ അതിൽ അഭിനയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും. സം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ. ദേ ആർ ട്രൈങ് ടു സോൾവ് ഇറ്റ്. താൻ മീശ വിരിച്ചും മുണ്ടുമടക്കിയും വന്നാൽ സിനിമ വിജയിക്കുമെന്നത് തെറ്റിദ്ധാരണയാണെന്നും മോഹൻലാൽ പറഞ്ഞു. ഒരുപക്ഷെ നരസിംഹം എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫോർമുല വെച്ച് എടുത്ത പല സിനിമകളും മോശമായിപ്പോയിട്ടുണ്ട്. നമുക്കറിയാം ആ സിനിമകൾ മോശമായി പോകും, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത്തരത്തിലുള്ള കാര്യത്തിനെ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നതാണ് ക്രിക്കറ്റ്. അത് ഈ സിനിമയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മീഡിയ 1, ദുബായ്. ലൂസിഫർ ഒരു രാഷ്ട്രീയ സിനിമയല്ലെന്ന് സംവിധായകൻ പൃഥ്വിരാജ്. രാഷ്ട്രീയം സിനിമയുടെ പശ്ചാത്തലം മാത്രമാണ്. സംവിധായകൻ ഫാസിലും സഹോദരനായ ഇന്ദ്രജിത്തും മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിക്കാതെ പോയ നടന്മാരാണെന്നും പൃഥ്വിരാജ് ദുബൈയിൽ പറഞ്ഞു. ട്രെയിലർ കണ്ട് സിനിമയെ വിലയിരുത്തരുത്. ലൂസിഫർ രാഷ്ട്രീയ സിനിമയാണെന്ന് തങ്ങൾ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ സിനിമയല്ല. ഈ സിനിമയുടെ കഥയുടെ പശ്ചാത്തലത്തിന്റെ സ്വഭാവങ്ങളിൽ ഒന്ന് രാഷ്ട്രീയപരമാണ് എന്ന് മാത്രം. ഫാദർ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ ലൂസിഫറിൽ അവതരിപ്പിക്കുന്നത് സംവിധായകൻ ഫാസിലാണ്. ചെറുപ്പത്തിലെ അഭിനയ മികവ് കൊണ്ട് വിസ്മയിപ്പിച്ചിട്ടുണ്ട് പാച്ചിക്ക. ഞാൻ 12th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുകയാണ്. ഞാൻ പാച്ചിക്കയുടെ വീട്ടിൽ പോയി, ആലപ്പുഴയിൽ പോയി സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ. അന്ന് ആ സ്ക്രീൻ ടെസ്റ്റിൽ എന്റെ കോ ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇപ്പൊ പാച്ചിക്ക ഞങ്ങൾക്ക് 2 പേർക്കും അഭിനയിച്ച് കാണിച്ചു തരാണ്. എനിക്ക് പാച്ചിക്ക അഭിനയിച്ച് കാണിച്ചു തരും. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്തിട്ട് ഒരു പെൺകുട്ടിയെ പോലെ ആ പെൺകുട്ടിക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. എനിക്കത് ഭയങ്കര വണ്ടറസ് ആയിട്ട് ഞാൻ കണ്ടിരുന്നൊരു ഓർമ്മ എനിക്കുണ്ട്. ആ പെൺകുട്ടി അസിൻ തോട്ടുകളായിരുന്നു ആക്ച്വലി. ചേട്ടൻ ഇന്ദ്രജിത്തിലെ നടനെ സംവിധായകനായ അനുജൻ എങ്ങനെ കാണുന്നു? ഇപ്പോഴും മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു റിയലി സ്കിൽഡ് നുവൻസ്ഡ് ആക്ടറാണ് ഇന്ദ്രജിത്ത്. വാട്ട് ഹി ഡിഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഈസ് സോ ഗുഡ്. എനിക്ക് ഒരു ഷോട്ടിൽ ഞാൻ ആക്ച്വലി ആഗ്രഹിച്ചു ഏതൊരു ഷോട്ടിൽ എന്താണ് എന്നൊക്കെ ചോദിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അതിനൊരു അവസരം തന്നില്ല എനിക്ക്. ആക്ച്വലി he really nailed the character എന്നാണ് എനിക്ക് തോന്നുന്നത്. നായിക മഞ്ജു വാര്യർ, നടൻ ടൊവിനോ തോമസ്, തിരക്കഥാകൃത്ത് മുരളി ഗോപി, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദുബായ്. പാസ്പോർട്ടിൽ ഇഖാമ സ്റ്റിക്കറുള്ള വിദേശികൾ സിവിൽ ID വിവരങ്ങൾ മാറ്റേണ്ടതില്ലെന്ന് കുവൈറ്റ് സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി.
ഇഖാമ സ്റ്റിക്കർ ഇല്ലാത്തവർ വിദേശയാത്ര നടത്തുമ്പോൾ കാലാവധിയുള്ള പാസ്പോർട്ടിന് പുറമെ സിവിൽ ഐഡിയും കൈവശം വെക്കണമെന്നും ഡയറക്ടർ മുസായിദ് അൽ അസൂസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാർച്ച് 10 മുതലാണ് ഇഖാമ വിവരങ്ങൾ പാസ്പോർട്ടിൽ സ്റ്റിക്കർ രൂപത്തിൽ പതിക്കുന്ന സമ്പ്രദായം കുവൈത്ത് താമസകാര്യ വകുപ്പ് നിർത്തലാക്കിയത്. മുഴുവൻ ഇഖാമ വിവരങ്ങളും സിവിൽ ഐ ഡി കാർഡുകളിൽ ഉൾക്കൊള്ളിക്കുന്ന സംവിധാനമാണ് പകരം നടപ്പാക്കിയത്. പാസ്പോർട്ടിൽ നിന്ന് ഇഖാമ വിവരങ്ങൾ സിവിൽ ഐ ഡിയിലേക്ക് മാറ്റിയതിനാൽ എമിഗ്രേഷൻ നടപടികൾക്ക് സിവിൽ ഐ ഡി നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ നിലവിൽ പാസ്പോർട്ടുകളിൽ ഇഖാമ സ്റ്റിക്കറുള്ള വിദേശികൾക്ക് സിവിൽ ഐ ഡി വിവരങ്ങളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലെന്നും ഇവർക്ക് പാസ്പോർട്ട് ഉപയോഗിച്ച് തന്നെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാമെന്നും വ്യക്തമാക്കുന്നതാണ് സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയുടെ വാർത്താക്കുറിപ്പ്. പുതുക്കിയ പാസ്പോർട്ടുകളിലേക്ക് ഇഖാമ വിവരങ്ങൾ മാറ്റുന്നതും നിർത്തിയിട്ടുണ്ട്. ഇത്തരം ആളുകളും വിദേശയാത്രയ്ക്ക് മുമ്പായി പുതിയ പാസ്പോർട്ടിലെ വിവരങ്ങൾ ചേർത്ത് സിവിൽ ഐ ഡി മാറ്റിയെടുക്കണം. ഇഖാമ പുതുക്കുന്നവർ പാസ്പോർട്ടിലെയും സിവിൽ ഐ ഡിയിലെയും പേരുകളിൽ അക്ഷരപ്പിശകില്ലെന്ന് ഉറപ്പുവരുത്തണം. കുവൈത്തിന് പുറത്തുവച്ച് സിവിൽ ഐ ഡി നഷ്ടപ്പെട്ടാൽ അതത് രാജ്യത്തെ കുവൈത്ത് എംബസിയെ സമീപിച്ച് പ്രത്യേക അനുമതി പത്രമുണ്ടാക്കിയാൽ അതുപയോഗിച്ച് രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്നും സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. അംഗീകാരമില്ലാത്ത ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തൊഴിൽ നേടിയ 3 ഇന്ത്യൻ എഞ്ചിനീയർമാർ കുവൈത്തിൽ കസ്റ്റഡിയിലായതായി റിപ്പോർട്ട്. കുവൈത്ത് എഞ്ചിനീയേഴ്സ് സൊസൈറ്റി മേധാവി ഫൈസൽ അൽ അൽത്താലിനെ ഉദ്ധരിച്ച് അൽറായി പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പ്രാഥമിക അന്വേഷണത്തിൽ മൂവരുടെയും സർട്ടിഫിക്കറ്റുകൾ ആധികാരികമല്ലെന്ന് വ്യക്തമായതായി ഫൈസൽ അൽ അൽത്താർ പറഞ്ഞു. പെട്രോളിയം മേഖലയിൽ എഞ്ചിനീയർ തസ്തികയിൽ ജോലി ചെയ്യുന്ന 3 ഇന്ത്യക്കാരെയാണ് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തത്. വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിന്റെ ഭാഗമായി മാൻ പവർ അതോറിറ്റിയെ സമീപിച്ചപ്പോഴാണ് സർട്ടിഫിക്കറ്റുകൾ ആധികാരികമല്ലെന്ന് കണ്ടെത്തിയത്. ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് 3 പേരുടെയും ഫയലുകൾ പരിശോധിച്ചതെന്നും അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിനായി ഇവർ സൊസൈറ്റിയെ സമീപിച്ചിരുന്നെങ്കിലും മാനദണ്ഡം പാലിക്കപ്പെടാത്തതിനാൽ അംഗീകാരം നൽകിയിരുന്നില്ലെന്നും KSC ചെയർമാൻ പറഞ്ഞു. അക്രഡിറ്റേഷന് അർഹരല്ലെന്ന് കാണിച്ച് മൂവരുടെയും ഫയലുകൾ എഞ്ചിനീയേഴ്സ് സൊസൈറ്റി പ്രോസിക്യൂഷന് കൈമാറിയിരുന്നു. മാൻ പവർ അതോറിറ്റിയുടെ ഫയലുകളിൽ ഇവർ എഞ്ചിനീയർമാരാണെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും ലഭ്യമായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈത്ത് എഞ്ചിനീയറിംഗ് സൊസൈറ്റിയുടെ NOC ഉള്ളവരെയാണ് മാൻ പവർ അതോറിറ്റി എഞ്ചിനീയർമാരായി പരിഗണിക്കുക. അതേസമയം ഇന്ത്യയിലെ NBA അക്രഡിറ്റഡ് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് മാത്രമാണ് എഞ്ചിനീയറിംഗ് സൊസൈറ്റി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകി വരുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വിലമതിക്കാനാകാത്ത മാതൃസ്നേഹത്തിനും കരുതലിനും ആദരം പകർന്നുകൊണ്ട് ഒമാനിലെ സ്വദേശി അമ്മമാർ ഒത്തുകൂടി. അറബ് മാതൃദിനത്തോടനുബന്ധിച്ച് മസ്കറ്റിലെ റൂവിയിൽ ഒരുക്കിയിരുന്ന ചടങ്ങിൽ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്തു. മിക്ക അറബ് രാജ്യങ്ങളിലും മാർച്ച് 21-നാണ് മാതൃദിനമായി കൊണ്ടാടുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഈജിപ്തിലുണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരോടുള്ള ബഹുമാനത്തിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ ദിനം അറബ് ലോകം ആചരിച്ചു വരുന്നത്. വസന്തകാലം ആരംഭിക്കുന്ന ദിവസമാണ് ഇതിനായി തെരഞ്ഞെടുത്തതും. Where we celebrate the achievement of mothers, the involvement of mothers as a symbolic day. Like any national symbolic day, we would like to bring the greatest within ourselves as a nation. 100-ലധികം അമ്മമാരെയും അവരുടെ മാതൃത്വത്തെയും ആദരിക്കുന്ന വിവിധ പരിപാടികളും ക്ലാസുകളും സംഘാടകർ ഒരുക്കിയിരിക്കുന്നു. മത്സരങ്ങളിൽ വിജയികളായവർക്കും പങ്കെടുത്ത കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്യുകയുണ്ടായി. ഒമാൻ വനിതാ സംഘടനയും ബദർ സമ്മ ഗ്രൂപ്പും ചേർന്നാണ് അറബ് മാതൃദിനം ഒരുക്കിയിരിക്കുന്നത്. മീഡിയ 1 മസ്കറ്റ്. മസ്കത്ത് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസിന്റെ രജത് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടി രാഗപ്രിയ നൈറ്റ്സ് ശനിയാഴ്ച വൈകുന്നേരം അൽ ഫലാജ് ഹോട്ടലിൽ നടക്കും. കവിയും വാഗ്മിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ഷാഫി, താജുദ്ദീൻ വടകര, അന്ന അജി, മുഹമ്മദ് റിസ്വാൻ എന്നിവരുടെ ഗാനമേളയും ചലച്ചിത്ര താരം ആൻ മരിയയുടെ നൃത്തവും അരങ്ങേറും. ജിദ്ദയിൽ അന്നൂർ ഖുർആൻ അക്കാദമി ഏപ്രിൽ 3-ന് പ്രവർത്തനം തുടങ്ങും. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഖുർആൻ മനഃപ്പാഠമാക്കാം. വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യവും ലഭ്യമായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റഫീഖ് ഇബ്രാഹിം, ഫൈസൽ വാഴക്കാട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മസ്കത്ത് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസിന്റെ രജത് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടി രാഗപ്രിയ നൈറ്റ്സ് ശനിയാഴ്ച വൈകുന്നേരം അൽ ഫലാജ് ഹോട്ടലിൽ നടക്കും. കവിയും വാഗ്മിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ഷാഫി, താജുദ്ദീൻ വടകര, അന്ന അജി, മുഹമ്മദ് റിസ്വാൻ എന്നിവരുടെ ഗാനമേളയും ചലച്ചിത്ര താരം ആൻ മരിയയുടെ നൃത്തവും അരങ്ങേറും. ഖത്തർ എയർവേസിന്റെ വിമാനങ്ങളുടെ എണ്ണം 250ആയി. എയർബസിന്റെ A350-900 വിമാനമാണ് ഖത്തർ എയർവേസ് പുതുതായി സ്വന്തമാക്കിയത്. 22 വർഷം കൊണ്ട് 250 വിമാനങ്ങളിലേക്കുള്ള വളർച്ച അഭിമാനകരമായ നേട്ടമാണെന്ന് കമ്പനി CEO അക്ബർ അൽ ബേക്കർ പറഞ്ഞു. 203 യാത്രാ വിമാനങ്ങളും 25 ചരക്ക് വിമാനങ്ങളും 22 എക്സിക്യൂട്ടീവ് ജെറ്റ് വിമാനങ്ങളുമാണ് ഖത്തർ എയർവേസിന് സ്വന്തമായുള്ളത്.
ഏഴാമത് അന്തർദേശീയ കാർഷിക മേളയ്ക്ക് നാളെ ദോഹയിൽ സമാപനം. 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 450 കമ്പനികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനവും വിദഗ്ധരുടെ സാന്നിധ്യത്തിലുള്ള ചർച്ചകളുമാണ് മേളയിൽ നടക്കുന്നത്. ഇത് 7ാം തവണയാണ് ഖത്തർ രാജ്യാന്തര കാർഷിക മേള സംഘടിപ്പിക്കുന്നത്. കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുകയാണ് അഗ്രിടെക് മേളയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അറബ്, ആഫ്രിക്കൻ, യൂറോപ്യൻ, ഏഷ്യൻ മേഖലകളിൽ നിന്നുള്ള 50 രാജ്യങ്ങളിലെ 450 പ്രദർശകരാണ് ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നത്. കൂടാതെ ഖത്തറിലെ പ്രാദേശിക കമ്പനികളും ഫാമുകളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കാർഷിക, ചെടി, മൃഗ, മത്സ്യ സാങ്കേതിക വിദ്യകളുമാണ് വിവിധ കമ്പനികൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ചും ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിവരിക്കുന്ന പരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട്. ഖത്തറിലെ കർഷകർക്കും കാർഷിക മേഖലയിലെ സംരംഭകർക്കും പ്രദർശനത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംരംഭങ്ങളും സങ്കേതങ്ങളും മനസ്സിലാക്കാനും നേരിട്ട് കാണുന്നതിനുമുള്ള അവസരമാണ് പ്രദർശനം. തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, മെഷീനുകൾ, സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവ അവതരിപ്പിക്കാൻ പ്രദർശനത്തിൽ അവസരമുണ്ട്. കാർഷിക വ്യവസായ മേഖലയിലെ വിദഗ്ധരുടെ പങ്കാളിത്തവും അഗ്രിടെക്കിലുണ്ട്. വിവിധ മന്ത്രാലയങ്ങളിലെ നയരൂപീകരണ വിദഗ്ധരുടെ പങ്കാളിത്തം, വ്യവസായ പ്രമുഖരുടെയും പ്രൊഫഷണലുകളുടെയും സാന്നിധ്യം എന്നിവയുമുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 40ലേറെ പഠനങ്ങൾ അഗ്രിടെക്കിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിരവധി കരാറുകൾ കമ്പനികളും സർവകലാശാലകളും ശാസ്ത്ര സ്ഥാപനങ്ങളും ഒപ്പുവെക്കും. കാർഷിക വിപണിയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ പ്രദർശനത്തിൽ ചർച്ചയാകും. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കാർഷിക പ്രദർശനങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന അഗ്രിടെക് വെള്ളിയാഴ്ച സമാപിക്കും. മീഡിയ 1 ദോഹ. വംശീയതയ്ക്കെതിരെ യുവാക്കളുടെ വലിയ പ്രതിരോധമാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്ന് നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ. ദോഹ മതാന്തര സംവാദ കേന്ദ്രവുമായി സഹകരിച്ച് യൂത്ത് ഫോറം സംഘടിപ്പിച്ച നിലപാടുള്ള യൗവനം സാഹോദര്യത്തിൻ്റെ കരുതിവെപ്പ് എന്ന ക്യാമ്പയിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ഫോറം പ്രസിഡന്റ് ജംഷീദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. CIC പ്രസിഡന്റ് KC അബ്ദുൽ ലത്തീഫ്, ഓറിയന്റൽ സ്പെയർ പാർട്സ് മാനേജിംഗ് ഡയറക്ടർ ഷമീം ഉസ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഖത്തറിലെ ബിസിനസ് കൺസൾട്ടൻസി ഗ്രൂപ്പായ ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പിൻ്റെ പുതിയ ഓഫീസ് ദോഹയിൽ പ്രവർത്തനം തുടങ്ങി. സീ റിംഗ് റോഡിൽ ഖത്തർ നാവിഗേഷൻ പ്ലാസയ്ക്ക് എതിർവശമാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുക. കമ്പനി രജിസ്ട്രേഷൻ, ട്രാൻസ്ലേഷൻ, അറ്റസ്റ്റേഷൻ എന്നീ സേവനങ്ങളും കോർപ്പറേറ്റ് ബിസിനസ് ഓഡിറ്റിംഗ് സർവീസ്, ബിസിനസ് പ്ലാനിംഗ്, കമ്പനി വാല്യുവേഷൻ തുടങ്ങിയ സർവീസുകളും തുടങ്ങിയതായി കമ്പനി ചെയർമാൻ ഷിഹാബുദ്ദീൻ അറിയിച്ചു.